ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതീക്ഷിച്ചതിലും 10 ഇരട്ടി സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അതിനുശേഷം അതേപോലെ വീഡിയോ ഒന്നും കയറിയിട്ടില്ല. അതിൻ്റെ പകുതിയെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതലും എഡിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ലോങ് വീഡിയോ ചെയ്യാനായിട്ട്, എഡിറ്റ് ചെയ്യാനായാലും അപ്ലോഡ് ചെയ്യാനായാലും എനിക്കിഷ്ടം. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സത്യസന്ധമായിട്ട് ഞാനങ്ങ് പറയാം. നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും ലോങ് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത്. ഷോർട്ട് വീഡിയോ അപേക്ഷിച്ച് ഏണിങ്സ് കൂടുതൽ കിട്ടും ലോങ് വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഏകദേശം ഒരു 1000 വ്യൂസിനൊക്കെ എന്താ പറയുക, $0.1 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. $0.01 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ 1000 വ്യൂസിന്. അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ഡോളർ കിട്ടും. എനിക്കിപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ലോങ് വീഡിയോസ് ഇടാനാണ് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത്, അതായത് പൈസ കൂടുതൽ കിട്ടുന്നത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ചെയ്തിട്ടാട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന്, അതായത് മുമ്പേ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്ത ആ വീഡിയോക്കാട്ടിലും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ആ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു വർഷമായി. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളും കൂടെ എഡിറ്റിങ്ങിൽ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്ത് വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ച എഡിറ്റിങ് കാര്യങ്ങൾ കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു സാധനം വരും. അപ്പോൾ അതിൽ വീഡിയോ എന്ന് പറയുന്നത് കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ന്യൂ എടുത്തതിന് ശേഷം ഒരു ലോങ് വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അതിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്ന ക്യാൻവാസ് ഓപ്പൺ ചെയ്യാം. ക്യാൻവാസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ലോങ് വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ 16:9 റേഷ്യോ ആണ് കൊടുക്കേണ്ടത്. അല്ല, നമുക്ക് ഷോർട്ട് വീഡിയോ ആണ് വേണ്ടുന്നതെങ്കിൽ 9:16 കൊടുത്താൽ മതി. ഞാനിവിടെ 16:9 റേഷ്യോ കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓൺ വോയിസ് അല്ല ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ക്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോസിലുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ എത്ര വീഡിയോ സെലക്ട് ചെയ്യുന്നോ അത്രയും വീഡിയോ അതിൻ്റെ സൗണ്ട് കട്ടായിക്കോളും. അങ്ങനെ കട്ടായതിന് ശേഷം രണ്ടാമത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്യും, പിന്നീടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം എവിടെയെങ്കിലും കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെള്ള ലൈൻ കണ്ടോ? ഈ വെള്ള ലൈൻ നമുക്ക് എവിടെ വെച്ചാണോ വീഡിയോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. അതിനുശേഷം ഇതിപ്പം 2 ആയല്ലോ. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ, കട്ട് ചെയ്ത് കളയേണ്ട ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്യുക. ഒന്ന് തൊട്ടാൽ മതി. തൊടുമ്പോൾ ഈ ഒരു ചതുരത്തിനകത്ത് അത് കിട്ടും. അത് നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അത് അവിടെ നിന്ന് അത്രയും പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പം അടുത്തതിലോട്ട് നേരിട്ട് അങ്ങ് പോകാതെ ഒരു രസത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഡോട്ട്, ആ ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ വീഡിയോ നേരെ ഇങ്ങനെ ഒരു
മാഞ്ഞു പോകുന്ന പോലെ പോയിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോകും. അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഓഡിയോയിൽ ഒരുപാട് ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ 2 മാത്രമേ ആകെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. മ്യൂസിക്കിൽ നമുക്ക് അങ്ങനെ എല്ലാ മ്യൂസിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ. നമുക്ക് ഇപ്പം ഈ ഒരു ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3, 2, 1 ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം വീഡിയോയെക്കുറിച്ചിട്ട്. റെക്കോർഡർ ഓൺ ആയതുകൊണ്ട് എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ശേഷം നമുക്കിപ്പം വോയിസ് ഓവർ കൊടുത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ വോയിസ് ഓവർ കൊടുത്ത ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ വോളിയം എന്ന് പറഞ്ഞത് കുറയ്ക്കാം. വോളിയം കുറയ്ക്കണമെങ്കിൽ അത് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റായി പൊക്കോളും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ സ്റ്റിക്കേഴ്സ്, ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കണം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ താങ്ക്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് വരും. എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ എന്ന് പറയുന്ന സാധനം, ഇത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം, എനിക്കിപ്പോൾ ഈ കുറച്ച് ഭാഗം ഒന്ന് ബ്ലറാക്കി കാണിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഭാഗം സൂം ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഭാഗം സൂം ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് ബ്ലർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കി. ഇനി എഫക്റ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗം എഫക്റ്റാണ്. എഫക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ആകെ എടുക്കുന്നത് ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാറില്ല കേട്ടോ. ഞാനിവിടെ അഡ്ജസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു നീട്ടുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ വീഡിയോയ്ക്കൊരു തെളിച്ചം കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ വീഡിയോയും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് വരുന്നുണ്ട്. ഇഷ്ടമുള്ള ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ആ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ഓരോരോ വോയിസിൻ്റെ അതായത് ഓരോ വീഡിയോയും സെപ്പറേറ്റ് നമുക്ക് വോളിയം മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വോളിയം എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഓരോന്നും മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സൈഡിലായിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാറ്റണമെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ അത് പോയി കിട്ടും. ഓക്കെ, അടുത്തത് സ്പീഡാണ്. സ്പീഡ് ഞാൻ എല്ലാ വീഡിയോയ്ക്കും എടുക്കുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് വീഡിയോ ആണോ നമുക്ക് സ്പീഡ് കൂട്ടേണ്ടത് ആ വീഡിയോയിൽ നമ്മുടെ ഈ വൈറ്റ് വര കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം സ്പീഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടിക്കോളും വീഡിയോയ്ക്ക്. കണ്ടില്ലേ, എത്ര വേണമെങ്കിലും സ്പീഡ് കൂടിക്കോളും. കുറയ്ക്കാം, കൂട്ടാം,
കണ്ടോ, ഇതേപോലെ ആക്കിയെടുക്കാം. അടുത്തത് ബാക്കി ഇത്രയും ആനിമേഷൻ, AI കട്ട്, വോയിസ് എൻഹാൻസ് ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്യാറില്ല. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ക്രോപ്പാണ്. ക്രോപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്താൽ ഏത് റേഷ്യോയിൽ വേണമെങ്കിലും നമ്മുടെ വീഡിയോ, ആ ഒരു വീഡിയോ, അതായത് ഇപ്പം ഇത് ഒറ്റ വീഡിയോ ആണേ, ഈ സെലക്ട് ആയിട്ടിരിക്കുന്ന ഒറ്റ വീഡിയോ, ഇത് വേറെ വീഡിയോ, ഇത് വേറെ വീഡിയോ. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ 9:16 റേഷ്യോ കൊടുത്തിട്ട് ടിക്ക് കൊടുത്തു. അപ്പോൾ അത്രയും ആ വീഡിയോ മാത്രം കട്ടായിട്ട് കിട്ടും, ക്രോപ്പായിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ മാറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കി സ്വിച്ച്, എൻഹാൻസ്, സ്റ്റെബിലൈസർ, കട്ടൗട്ട്, മാസ്ക്, ടെംപ്ലേറ്റ്സ്, ഒപ്പാസിറ്റി ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ വേറെ യൂസ് ചെയ്യുന്നത് വോയിസ് എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അത് ഓഡിയോ ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വോയിസ് എഫക്റ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ റൊട്ടേറ്റ്, ഈ റൊട്ടേറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. വീഡിയോ ഇപ്പം സൈഡ് ഫ്ലിപ്പ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഈ ഫ്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ബാക്കി, അതായത് ഏറ്റവും ലാസ്റ്റ് തൊട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ആ റിവേഴ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ നെറ്റ് ഓഫ് ചെയ്യുവാണേ. നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ ഇൻഷോട്ട് എന്ന് പറയുന്ന ഈ ലേബൽ ഉണ്ടല്ലോ, നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ലേബൽ വരും. ആ ലേബൽ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഇൻഷോട്ടിൽ തന്നെ ഇൻറ്റു എന്ന് പറയുന്നൊരു മാർക്ക് കാണും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിമൂവ് ആയിക്കോളൂ കേട്ടോ. അത് ആ ഇൻഷോട്ട് എന്ന് പറയുന്ന ആ ഒരു ലേബൽ, ഇൻഷോട്ടിൻ്റെ ലേബൽ റിമൂവായി കിട്ടും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നെറ്റ് ഓഫ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നെറ്റ് ഓഫ് ചെയ്ത ഓൺ ആണെങ്കിൽ ഇതിൽ പരസ്യം വരും, അതുകൊണ്ട് ഇത്ര സമയം പോകണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിടുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. മൊത്തം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി, ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പം എവിടെയാണോ ക്ലിപ്പ് ആഡ് ചെയ്യേണ്ടത്, ഇപ്പം ഫസ്റ്റാണൊരു ക്ലിപ്പ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസിലോട്ട് പോവും. വീഡിയോ ഫോട്ടോ അത് സെലക്ട് ചെയ്താൽ ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതല്ല നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് പോർഷൻ തന്നെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് എഴുതി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെൽക്കം ടു മൈ ചാനൽ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ടാണ്, ഈ രണ്ട് വീഡിയോസിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഈ വൈറ്റ് ലൈൻ വെച്ച് അതിന് ശേഷം പ്ലസ് കൊടുത്തിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അവിടെ ആയിട്ട് ആ വീഡിയോ ആഡായിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ എന്ന് വെച്ചാൽ ബാക്കി ഇനിയുള്ളത് നമുക്ക് എക്സ്പോർട്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെസൊല്യൂഷൻ ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. 2K കൊടുക്കാം. ഞാനിവിടെ മിക്കതും 2K ആയിരിക്കും കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് അറിവില്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഒന്നിനെ പറ്റിയും സംസാരിക്കാത്തത്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പരസ്യം കട്ട് ചെയ്തു, നമ്മുടെ വീഡിയോ ഇവിടെ കൺവേർട്ട് ആയിട്ടുണ്ട്. കൺവേർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0%, 1, 2, 3 അങ്ങനെ 100 ആകുമ്പോൾ നമ്മുടെ വീഡിയോ കൺവേർട്ടായിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്.
അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലും വ്ളോഗ് വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.